ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യാത്രയുടെ ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഈ കാണുന്ന സ്ഥലം വാക്സോം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ സ്റ്റോക്ക്ഹോമിൽ നിന്ന് 1 അവർ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എത്താവുന്ന ഒരു സ്ഥലമാണിത്. ഫെറി ത്രൂ ആണെങ്കിലും അതല്ല ബസ്സാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ എത്താം. ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബസ്സായിരുന്നു. കാരണം ഫെറിയിൽ യാത്ര ചെയ്യാൻ ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു, ഒറ്റയ്ക്കാണല്ലോ. ഇത്രയും ദിവസം ഇവിടെ ക്ലൗഡി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു ദിവസം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സണ്ണി ഡേ ആയിരുന്നു. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പം എന്നെ കാത്തിരിക്കുന്നത് ഇത്രയും ഭംഗിയുള്ളൊരു കാഴ്ചയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മഞ്ഞയും ഓറഞ്ചും ഒക്കെ കലർന്നിട്ടുള്ള ഈ ഒരു മേപ്പിൾ മരങ്ങൾ കാണുമ്പം അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. ഈ ഒരു സ്ഥലം എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയായി മാറുകയാണ്. പണ്ട് മലയാളം പുസ്തകത്തിൽ ശിശിരത്തിലെ ഓക്കുമരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാഠം പഠിക്കാനുണ്ടായിരുന്നു. അതിൽ മേപ്പിൾ മരങ്ങൾ കാണുന്ന സൗഷ്കിനെ പോലെ അത്രയും ഹാപ്പിനെസ്സിലാണ് ഞാനിവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു യാത്ര ഞാൻ ഒരുപാട് സെൽഫ് ഡൗട്ടോട് കൂടിയിട്ട് തുടങ്ങിയൊരു യാത്രയായിരുന്നു. ഒറ്റയ്ക്കാണ് എന്നുള്ളതായിരുന്നു പ്രധാന പ്രശ്നം. പക്ഷേ എന്നെ കാത്തിരുന്നത് അത്രയും ഭംഗിയുള്ള ഒരു ദിവസവും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജും ആയിരുന്നു. സ്വീഡനിലെ തന്നെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഐലൻഡ്സിലൊന്നാണ് ഈ വാക്സോം എന്നറിയപ്പെടുന്നത്. റിട്ടയർഡ് ലൈഫ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ സെറ്റിൽ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഒരുപാട് വിൻറ്റേജ് വീടുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. പേസ്റ്റൽ ഷെയ്ഡ്സിലും ഡാർക്ക് തീമിലും ഉള്ള പെയിൻറ്റിങ്സ് ചെയ്തിട്ടുള്ള വീടുകളാണ് ഇവിടെ കൂടുതലായിട്ടും. അത്രയും ഭംഗിയിലാണ് ഇവരുടെ വീടും ചുറ്റുപാടും ഒക്കെ സൂക്ഷിക്കുന്നത്. ഭംഗിയും വൃത്തിയും ഒരുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവുമെന്ന് നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണോ അതോ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നം കൊണ്ടാണോ ഈ ഒരു ദിവസത്തിൻ്റെ ഭംഗി കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കുന്ന എല്ലാ സ്ഥലങ്ങളും അത്രയും ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഈ ഒരു സ്ഥലത്തെത്തിയപ്പം അത്യാവശ്യം നല്ല തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു. തെളിഞ്ഞ കാലാവസ്ഥയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അതിനുശേഷത്തെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഭയങ്കര സന്തോഷത്തിലാണ് ഞാനീ പോകുന്നത്. കാരണം ഈ ഒരു യാത്ര ചൂസ് ചെയ്തത് ഞാനാണ്. അത്രയും ഭംഗിയുള്ളൊരു ദിവസം ഞാൻ എൻ്റെ മെമ്മറിയിലേക്ക് കൂട്ടിവെച്ചതിന് ഞാൻ എന്നോട് തന്നെ ഗ്രേറ്റ്ഫുള്ളാണ്. ഫൈനലി മാപ്പൊക്കെ നോക്കി ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 8 മിനിറ്റ്സ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് വരും. ഫൈനലി ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഡേ. ഒരിക്കലും ഒറ്റയ്ക്കായി പോകുമെന്നുള്ള കാരണത്താൽ യാത്ര ചെയ്യാണ്ടിരിക്കരുത്. നമുക്കായിട്ട് ഈ യൂണിവേഴ്സ് എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.